Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. മാങ്ങാത്തേര എന്ന് പറയും. ഇവിടെയൊക്കെ മാങ്ങാത്തേര എന്നാണ് പറയാറുള്ളത്. നമ്മൾ നോർത്ത് ഇന്ത്യൻസൊക്കെ കൂടുതലും ഇതിന് സ്വീറ്റ് മാംഗോ പപ്പഡ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ വെയിലത്ത് വെച്ച് പഴുത്ത മാങ്ങ എങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കി കുറച്ച് നാൾ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാൻഡി പോലെ ഇരിക്കും, നല്ല മധുരമുള്ള മാങ്ങയുടെ ക്യാൻഡി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ്, നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മാങ്ങാത്തേര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മാങ്ങാത്തേര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. മാങ്ങാത്തേര ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 2 പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര തീരെ കുറച്ച് ചേർത്താൽ മതി. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ചെറിയ നാരുള്ള മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഒട്ടും നാരില്ലാത്ത മാങ്ങ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മാങ്ങ നന്നായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ മാങ്ങയും പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ, വെള്ളം ഒട്ടും ചേർക്കരുത്. അങ്ങനെ നമ്മൾ നല്ല കട്ടിയായിട്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ട് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം നാരുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെ അരിച്ച് അതിൻ്റെ നാര് കളയാം. ഒട്ടും നാരില്ലെങ്കിൽ അരിക്കേണ്ട കാര്യം വരത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ അത് അരിച്ച് അതിൻ്റെ നാരൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരന്ന പാത്രം എടുക്കുക. പരന്ന പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് തടവി കൊടുക്കുക. നെയ്യോ എണ്ണയോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ തടവി കൊടുക്കാം. നെയ്യാണ് കൂടുതൽ നല്ലത്. അതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പല മെത്തേഡ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ സാധാരണ തിരയെന്ന് പറയുന്നത് പല പല ലെയറായിട്ടാണ് ഇരിക്കുന്നത്, അതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. ആ മെത്തേഡ് ഞാൻ രണ്ടാമത് കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം വേവിക്കാതെയുള്ള മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. അത് ഒരേ ലെവലിനാകുന്ന രീതിയിൽ ഒന്ന് അതിനകത്തേക്ക് സ്പൂൺ വെച്ച് നിരത്തി കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. നല്ല വെയിലുള്ളപ്പോഴാണ് ഇത് ഉണക്കിയെടുക്കാൻ നല്ലത്. 2-3 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഒരു ലെയർ നമ്മളിപ്പോൾ മാങ്ങ അരച്ചരിച്ച് ഉണക്കാൻ വെക്കുകയാണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസം ആകുമ്പോൾ നന്നായിട്ട് ഉണങ്ങും വെയിലുണ്ടെങ്കിൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതുപോലെ തന്നെ 2 മാങ്ങ എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ പഞ്ചസാര ചേർത്ത് അരച്ച് എടുക്കുക. ഇപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച ലെയർ 2 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കയ്യിലൊന്നും പറ്റുന്നില്ല, ആ ഒരു പരുവായിട്ടുണ്ട്. വീണ്ടും ഞാൻ 2 മാങ്ങ അതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ഒരല്പം നാരങ്ങ നീരൂടെ വേണമെങ്കിൽ ചേർക്കാം. ഒരു ചെറിയ പുളിപ്പ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്പം നാരങ്ങ കൂടെ ചേർക്കാം, കുഴപ്പമില്ല. ഇതുപോലെ വീണ്ടും ഞാൻ കണ്ടോ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ 2 മാങ്ങ അരച്ചെടുത്ത് ആ ലെയറിന് മേളിലേക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഉണങ്ങിക്കിട്ടും. അങ്ങനെ 3-4 ലെയറായിട്ടാണ് സാധാരണ മാങ്ങാത്തേര ഉണ്ടാക്കിയെടുക്കാറുള്ളത്. നമുക്ക് ഓരോ ലെയറായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ലെയർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം വീണ്ടും അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡെയിലി കിട്ടുന്ന 1-2 മാങ്ങ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. കൂടുതൽ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ പരന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് വെച്ച് നമുക്ക് ഇതുപോലെ ഓരോ ലെയറായിട്ട് ഉണക്കി എടുക്കാം. കുറേ നാൾ നമുക്ക് ഒരു 3 മാസത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ പറ്റും. ഇതൊരു ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാകാതിരിക്കും. അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത് ഒഴിച്ചതും കൂടെ നമുക്ക് വെയിലത്തേക്ക് വെച്ച് ഉണക്കാം. അങ്ങനെ ഞാനിപ്പോൾ 4 ലെയറോളം ഒഴിച്ച് ഉണക്കി എടുത്തതാണിത്. ഏകദേശം 4 ലെയർ
ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഉണക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഇത് കേടാകാതിരിക്കും. അപ്പം അതിനകത്തെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം നന്നായിട്ട് പോകുന്ന രീതിയിൽ ഉണക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അടിയിലെ എല്ലാ ലെയറും ഉണങ്ങി വന്നിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ടുള്ള പാകത്തിന് ആയിട്ടുണ്ട്. നിങ്ങൾക്കിനി കൂടുതൽ നാൾ സൂക്ഷിക്കണമെങ്കിൽ കുറേ കൂടെ ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ലെയർ ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു 4-5 ലെയർ വരെ നമുക്ക് ഒഴിച്ച് എടുക്കാൻ പറ്റും. വലിയ പരന്ന പാത്രത്തിലാണെങ്കിൽ നമുക്ക് കൂടുതൽ അളവ് മാങ്ങ ഇതുപോലെ ഉണക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ഓരോ പീസ് എടുത്ത് നോക്കാം. അതിനകത്തെ ഓരോ ലെയറും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പണ്ടത്തെ കാലത്ത് ഇത് സ്ഥിരം എല്ലാവരും മാങ്ങ ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിനകത്ത് ഞാൻ ഓരോ ദിവസവും ഉണക്കിയ മാങ്ങയുടെ ഓരോ ലെയറായിട്ട് നമുക്ക് കിട്ടും. കുറച്ച് മാങ്ങയുള്ളെങ്കിൽ ചെറിയ തിൻ ലെയറായിട്ട് നമുക്ക് എടുക്കാം. കൂടുതൽ മാങ്ങയുണ്ടെങ്കിൽ കട്ടിയുള്ള ലെയറായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഓരോ ലെയറും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത് കണ്ടോ, ശ്രദ്ധിച്ചാൽ കാണാം ഓരോ ലെയറായിട്ട് ഇത് ഉണങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കഴിക്കാൻ നേരത്തെ ഓരോ ലെയർ സെപ്പറേറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ 3 ലെയർ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നന്നായിട്ട് അതിൻ്റെ നാരൊക്കെ അരിച്ച് കളഞ്ഞ് പെർഫെക്റ്റായിട്ട് ഉണങ്ങി കിട്ടിയാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓരോ ലെയറായിട്ട് നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയാണ് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാൻഡിയാണിത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാങ്ങയുടെ സീസൺ കഴിഞ്ഞു വരികയാണ്. ഇപ്പോൾ അവസാനമൊക്കെ ആകുമ്പോൾ ഒത്തിരി മാങ്ങ അങ്ങ് വീഴുകയും ചെയ്യും, പെട്ടെന്ന് അങ്ങ് തീർന്നു പോവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ ഇത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു 4 മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനല്പം കട്ടിയുള്ള ഒരു ക്യാൻഡിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 4 മാങ്ങ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മിക്സിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടെ ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഒരല്പം പുളിപ്പ് മുന്നിട്ട് നിൽക്കുന്ന ഇഷ്ടമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നാരങ്ങാനീരും കൂടെ ചേർക്കാം. അതുപോലെ തന്നെ കൂടുതൽ നാൾ കേടാവാതിരിക്കാനും നാരങ്ങാനീര് നല്ലതാണ്. ഞാനിപ്പോൾ നാരങ്ങാനീര് ചേർക്കുന്നില്ല, കാരണം ഞാനിത് പെട്ടെന്ന് അധികം നാൾ വെച്ചേക്കുന്നില്ല, പെട്ടെന്ന് എടുക്കും. അതുകൊണ്ടാണ് ഞാൻ നാരങ്ങാനീരൊന്നും ചേർക്കാത്തത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കി ഇതിനകത്തെ വെള്ളമൊക്കെ നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ചെറുതായിട്ട് തിളപ്പിച്ച് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ കുറേ വറ്റി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് പ്ലേറ്റിലേക്ക് അതിനെ ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി ഡ്രൈ ആകുന്നതിന് മുന്നേ ഈ ഒരു കണ്ടീഷൻ ആകുമ്പോൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുക്കുന്നത്. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ഇതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ എയർ ബബിൾസ് ഒക്കെ കളയാനൊന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കുക. അതിനുശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഒരു 5 ദിവസമെങ്കിലും കുറഞ്ഞത് വെക്കേണ്ടി വരും. കാരണം ഞാനിതിപ്പോൾ ഇവിടെ കട്ടിയുള്ള ക്യാൻഡി ആയിട്ട് അല്പം കനത്തിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ നാൾ വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തീരെ തിന്നായിട്ടുള്ള ലെയറായിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഞാനിത് പെട്ടെന്ന് എടുക്കേണ്ടതുകൊണ്ടാണ് അല്പം കനമുള്ള പീസായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. വെയിലത്തിരുന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടണം. അതിനകത്തെ വെള്ളം എല്ലാം ഡ്രൈ ആയി കിട്ടണം. ഞാനിതിപ്പോൾ 5 ദിവസമാണ് ഉണക്കി എടുത്തേക്കുന്നത്. നിങ്ങൾ കൂടുതൽ നാൾ സൂക്ഷിക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം ഉണക്കി
ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഒരു ഗ്ലാസ് ബോട്ടിലിലാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇത് കേടാകാതിരിക്കും. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ക്യാൻഡി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ ക്യാൻഡി റെഡി ആയിട്ടുണ്ട്. ഒരു മാങ്ങ ഹൽവയുടെയും ഒരു മിഠായിയുടെയും ഒക്കെ ടേസ്റ്റ് തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 മെത്തേഡും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ആദ്യത്തെ മാങ്ങാത്തിരയാണ് ഏറ്റവും ടേസ്റ്റ്. നിങ്ങൾക്കത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചാൽ വളരെ കാലം കേടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വെറൈറ്റി വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് you.